അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ വചനം മാറിപ്പോകത്തില്ല. വചനത്തിലെ വള്ളി പുള്ളി മാറുകയില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കാണ്. അതിന് ദൈവത്തോടെ ശക്തിയുണ്ട്. ദൈവമാണ് പറയുന്നത്. ദൈവം നിന്നോട് പറഞ്ഞ ആലോചന അതിന് കാലതാമസം വന്നു എന്ന് നിനക്ക് തോന്നിയാലും, ലോകത്തിന് തോന്നിയാലും, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. നീ കാത്തിരിക്കുക. അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകും. തൻ്റെ 75-ാമത്തെ വയസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു തലമുറ പുറത്തു വരാൻ സാധ്യതയില്ലാതിരിക്കുന്ന സമയത്ത്, തൻ്റെ ശരീരം നിർജ്ജീവമായിരിക്കുന്ന സമയത്ത്, തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരിക്കുന്ന സമയത്ത് ദൈവം പറയുകയാ, സന്തതി പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, സാഹചര്യം പ്രതികൂലമാണ്. ലോകത്തിന് അത് അസാധ്യമാണ്. എന്നാൽ കുശവന് കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ ദൈവത്തിന് നിന്നിൽ അധികാരമുണ്ട്. അബ്രഹാമിൽ അധികാരമുണ്ട്. ദൈവം പറഞ്ഞു, നീ ബഹുജാതികളുടെ പിതാവാകും. തലമുറ പുറത്തു വരും. ദൈവം ഇടയ്ക്കിടെ അബ്രഹാമിനെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷയുള്ളവരാ. ഇന്ന് പകലൊരു വിടുതലുണ്ടാകും, നാളെ ഒരു വിടുതലുണ്ടാകും. കാത്തിരിക്കുന്നവരാ. അബ്രഹാം കാത്തിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാമോ? ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാമോ? ദൂത് പറഞ്ഞ ദൈവം ദൂത് മറക്കില്ല. ദൂത് പറഞ്ഞ ദൈവം മാറ്റിപ്പറയില്ല. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചു. തൻ്റെ 100-ാമത്തെ വയസ്സിലും അവനത് വിളിച്ചു പറഞ്ഞു. ശരീരം വളരെ ക്ഷീണമാണെന്നേ. അത് വിളിച്ചു പറയാൻ ശരീരത്തിൽ ബലഹീനതയുണ്ട്. പക്ഷേ ആ ബലഹീനതയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൻ ഉറക്കെ പ്രഖ്യാപിച്ചു, ദൈവം അത് ചെയ്യും. ദൈവത്തിനത് കഴിയും. നിന്നെ കൊണ്ട് കഴിയില്ലായിരിക്കാം. നിന്റെ ശരീരം ബലഹീനമായിരിക്കാം. നിന്റെ സാഹചര്യം പ്രതികൂലമായിരിക്കാം. വിശ്വസിക്കുക, ദൈവത്തിന് കഴിയും. ദൈവം മറന്നിട്ടൊന്നുമല്ല. ദൈവം പ്രവർത്തിക്കും. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. സമയം തെറ്റുകയില്ല. സമയം തെറ്റുന്നു നിനക്ക് തോന്നിയാലും സമയം തെറ്റിയിട്ടില്ല. കാത്തിരിക്കെ. അത് വരും നിശ്ചയം. വരും, നിശ്ചയമായിട്ടും വരും. ദൈവം മറക്കില്ലാതെ. ദൈവമാ പറഞ്ഞത്. തക്ക സമയത്ത് ദൈവം ചെയ്യും. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തിരുന്ന അവധിക്ക് ദൈവം ഒരു അവധി വെച്ചിരിക്കുക. ദൈവത്തിന് അറിയാം എപ്പോ, എങ്ങനെ, എവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. ദൈവം അത് ചെയ്തിരിക്കും. വിശ്വസിക്കുക. ദൈവം മാറ്റി പറയില്ല. പറഞ്ഞതിൽ ദൈവം ഉറച്ചു നിൽക്കും. വിശ്വസിക്കുക. ദൈവം പറഞ്ഞ് സംഭവിക്കാൻ പോവുക. ദൈവത്തിൻ്റെ സമയത്ത് സംഭവിച്ചിരിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.